പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിച്ച് മനസ്സിലാക്കാൻ ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ BIYindia.com/മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് ദിവസം 202. ഇന്നത്തെ വചനവായനയുടെ ഭാഗങ്ങൾ യെശയ്യാ പ്രവചനം അധ്യായങ്ങൾ 23, 24, ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം അധ്യായങ്ങൾ 1, 2, സുഭാഷിതങ്ങൾ അധ്യായം 11 വാക്യം 1 മുതൽ 4 വരെ. നമ്മൾ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. നാം വചനം വായിച്ചു തുടങ്ങുകയാണ്. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. യെശയ്യാ അധ്യായം 23. ടൈറിനും സീദോനും എതിരെ. ടൈറിനെക്കുറിച്ചുള്ള വെളിപാട്. താർശീഷിലെ കപ്പലുകളെ വിലപിക്കുവിൻ, കാരണം ഭവനവും തുറമുഖവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കിത്തീം ദേശത്ത് അവർക്കിത് വെളിപ്പെട്ടു. തീരദേശ നിവാസികളെ നിശബ്ദരായിരിക്കുവിൻ. കടൽ കടന്ന് കച്ചവടം നടത്തുന്ന സീദോൻകാരാൽ നീ നിറഞ്ഞിരിക്കുന്നു. വിശാലമായ കടലിൽ ഷീഹോനിലെ ധാന്യം, അതായത് നൈൽത്തടത്തിലെ വിളവായിരുന്നു ടൈറിൻ്റെ വരുമാനം. അത് ജനതകളുടെ ധാന്യമായി തീർന്നു. സീദോനെ ലജ്ജിക്കുക എന്തെന്നാൽ സമുദ്രം സംസാരിച്ചിരിക്കുന്നു. സമുദ്രദുർഗം ഇപ്രകാരം പറഞ്ഞു: ഞാൻ കഠിനവേദന അനുഭവിക്കുകയോ പ്രസവിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ യുവാക്കന്മാരെ വളർത്തിയിട്ടില്ല. ഞാൻ കന്യകമാരെ പോറ്റിയിട്ടില്ല. ടൈറിനെ പറ്റിയുള്ള വാർത്തയെക്കുറിച്ചെന്ന പോലെ ഈ വാർത്ത ഈജിപ്തിലെത്തുമ്പോൾ അവർ കഠിന ദുഃഖിതരാകും. തീരദേശവാസികളെ താർശീഷിലേക്ക് കടന്ന് വിലപിക്കുവിൻ. ഇതാണോ പണ്ടേ പൂർവ്വകാലം മുതലേ സ്ഥാപിതമായ നിങ്ങളുടെ ആഹ്ലാദ നഗരം? ദൂരെ വിപ്രവാസത്തിലേക്ക് അവരുടെ കാലുകൾ തന്നെ അവളെ കൊണ്ടുപോകുന്നു. കിരീടദായകനായ ടൈറിൻ്റെ മേൽ ആരാണിത് ആസൂത്രണം ചെയ്തത്? അവരുടെ കച്ചവടക്കാർ പ്രഭുക്കന്മാരും വ്യാപാരികൾ ഭൂമിയിൽ ബഹുമാന്യരുമത്രേ. ഭൂമിയിലെ സർവ്വമഹത്വത്തിൻ്റെയും അഹങ്കാരത്തെ നിന്ദിക്കാൻ, ഭൂമിയിലെ എല്ലാ ബഹുമാനിതരെയും അവമാനിക്കാൻ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് ചെയ്തത്. താർശീഷിൻ്റെ പുത്രി, നിന്റെ ദേശത്തിലൂടെ നീർപ്രവാഹം പോലെ കടന്നു പോവുക. ഇനിയും തടസ്സങ്ങളില്ല. അവിടുന്ന് സമുദ്രത്തിന്മേൽ തൻ്റെ കരം നീട്ടി രാജ്യങ്ങളെ വിറപ്പിച്ചു. കാനാന്റെ ശക്തിദുർഗങ്ങളെ നശിപ്പിക്കാൻ കർത്താവ് കൽപ്പന നൽകി. അവിടുന്ന് അരുളി ചെയ്തു: മർദ്ദിതയായ സീദോൻ പുത്രി, ഇനിമേൽ നീ ആഹ്ലാദിക്കുകയില്ല. എഴുന്നേറ്റ് കിത്തീമിലേക്ക് പോവുക. അവിടെയും നിനക്ക് വിശ്രമം ലഭിക്കുകയില്ല. കൽദായരുടെ ദേശം കണ്ടാലും അത് ഒരു ജനതയായിരുന്നില്ല. കപ്പലുകൾക്ക് വേണ്ടി അസീറിയ ആണ് അത് സ്ഥാപിച്ചത്. അവർ അവിടെ ഉപരോധ ഗോപുരങ്ങൾ ഉയർത്തുകയും അവരുടെ അഭയനഗരങ്ങൾ തകർക്കുകയും അത് നാശകൂമ്പാരമാക്കുകയും ചെയ്തു. താർശീഷിലെ കപ്പലുകളെ വിലപിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ശക്തി ദുർഗം നശിച്ചിരിക്കുന്നു. ഒരു രാജാവിൻ്റെ ദിനങ്ങൾ പോലെ 70 വർഷത്തേക്ക് ടൈർ അന്ന് വിസ്മരിക്കപ്പെടും. ആ 70 വർഷം പൂർത്തിയാകുമ്പോൾ വേശ്യയുടെ ഗാനത്തിൽ പറയുന്നത് പോലെ ടൈറിന് സംഭവിക്കും. വിസ്മൃതയായ സ്വൈരിണി, വീണമീട്ടി നഗരത്തിന് പ്രദക്ഷിണം വെക്കുക. നീ അനുസ്മരിക്കപ്പെടുന്നതിനായി മധുരസംഗീതം പൊഴിക്കുക, അനേകം ഗാനങ്ങൾ ആലപിക്കുക. 70 വർഷം പൂർത്തിയാകുമ്പോൾ കർത്താവ് ടൈർ സന്ദർശിക്കും. തൻ്റെ വേതനം ലക്ഷ്യമിട്ട് അവൾ ഭൂമുഖത്തുള്ള എല്ലാ ലോകരാജ്യങ്ങളുമായി വേശ്യാവൃത്തിയിലേർപ്പെടും. അവരുടെ വ്യാപാര ചരക്കുകളും വേതനവും കർത്താവിന് സമർപ്പിക്കപ്പെടും. അവ സംഭരിക്കപ്പെടുകയോ കരുതി വെക്കപ്പെടുകയോ ചെയ്യുകയില്ല. കാരണം അവരുടെ വ്യാപാര ചരക്കുകൾ കർത്താവിൻ്റെ മുമ്പിൽ വസിക്കുന്നവർക്ക് സമൃദ്ധമായ ഭക്ഷണവും മോടിയുള്ള വസ്ത്രവുമായി ഭവിക്കും. യെശയ്യാ അധ്യായം 24. ഭൂമിയുടെ മേൽ വിധി. ഇതാ, കർത്താവ് ഭൂമിയെ ശൂന്യമാക്കുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അതിൻ്റെ ഉപരിതലത്തെ ഞെരിച്ച് അതിലെ നിവാസികളെ ചിതറിക്കും. ജനത്തിനും പുരോഹിതനും അടിമയ്ക്കും യജമാനനും ദാസിക്കും സ്വാമിനിക്കും വാങ്ങുന്നവനും വിൽക്കുന്നവനും വായ്പ കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഉത്തമർണനും അധമർണനും ഒന്നുപോലെ സംഭവിക്കും. ദേശം തീർത്തും ശൂന്യമാക്കപ്പെടും, പൂർണ്ണമായി കൊള്ളയടിക്കപ്പെടും. എന്തെന്നാൽ കർത്താവാണ് ഈ വചനം അരുൾ ചെയ്തിരിക്കുന്നത്: ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു, ലോകം ബലഹീനമായി വാടിക്കുഴിയുന്നു. ഭൂമിയിലെ വലിയ ജനം തളരുന്നു. ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു.
കാരണം അവർ നിയമം ലംഘിക്കുകയും കൽപ്പനയിൽ നിന്ന് വ്യതിചലിക്കുകയും ശാശ്വതമായ ഉടമ്പടി ലംഘിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും അതിലെ നിവാസികൾ കുറ്റക്കാരായി തീരുകയും ചെയ്തു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു. ചുരുക്കം മനുഷ്യർ മാത്രം അവശേഷിക്കുന്നു. പുതുവീഞ്ഞ് വിലപിച്ചു, മുന്തിരി വാടി, സന്തുഷ്ടചിത്തരെല്ലാം നെടുവീർപ്പിട്ടു. തപ്പുകളുടെ ആഹ്ലാദം നിലച്ചു, ആനന്ദിക്കുന്നവരുടെ സ്വരം അവസാനിച്ചു. കിന്നരത്തിൻ്റെ ആനന്ദമില്ലാതായി. ഗാനാലാപത്തോടെ ഇനി അവർ വീഞ്ഞു കുടിക്കുകയില്ല. മദ്യം അത് കുടിക്കുന്നവർക്ക് അരോചകമായി തീരും. സംഭ്രാന്തമായ നഗരം തകർക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും കടക്കാനാവാത്ത വിധം എല്ലാ ഭവനങ്ങളും അടയ്ക്കപ്പെട്ടിരിക്കുന്നു. വീഞ്ഞിനു വേണ്ടി തെരുവുകളിൽ മുറവിളി. സന്തോഷമെല്ലാം അസ്തമിച്ചു. ഭൂമിയുടെ ആഹ്ലാദം അപ്രത്യക്ഷമായി. നഗരത്തിൽ നാശം മാത്രം ശേഷിച്ചു. കവാടം നശിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഒലിവ് തല്ലുന്നതുപോലെയും മുന്തിരി വിളവെടുപ്പിന് ശേഷം കാലാവെറുക്കുന്നതുപോലെയുമായിരിക്കും ഭൂമിയിൽ ജനതകളുടെ ഇടയിൽ സംഭവിക്കുക. തങ്ങളുടെ സ്വരമുയർത്തി അവർ സന്തോഷിക്കും. അവർ പടിഞ്ഞാറ് നിന്ന് കർത്താവിൻ്റെ മഹിമയെ പ്രകീർത്തിക്കുന്നു. അതിനാൽ നിങ്ങൾ കിഴക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. തീരപ്രദേശങ്ങളിൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെയും. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞങ്ങൾ കീർത്തനങ്ങൾ കേട്ടു. നീതിമാന് മഹത്വം. എന്നാൽ ഞാൻ പറഞ്ഞു, ഞാൻ തളരുന്നു, ഞാൻ ക്ഷയിച്ചു പോകുന്നു, എനിക്ക് ദുരിതം. വഞ്ചകർ വഞ്ചിച്ചു, വഞ്ചകർ വഞ്ചനയോടെ പെരുമാറി. ഭൂമിയിലെ നിവാസികളെ, ഭീതിയും കുഴിയും കിണിയുമാണ് നിങ്ങളുടെ മേൽ. ഭീകര ശബ്ദത്തിൽ നിന്ന് ഓടിപ്പോകുന്നവൻ ആ കുഴിയിൽ വീഴും. കുഴിയുടെ മധ്യയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽപ്പെടും. എന്തെന്നാൽ ഉന്നതത്തിലെ ജാലകങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊണ്ടു. നാട് നിശേഷം തകർക്കപ്പെട്ടു. ദേശം ഛിന്നഭിന്നമായി. ഭൂമി അതിയായി പ്രകമ്പനം കൊണ്ടു. ഭൂമി ഉന്മത്തനെ പോലെ ആടിയുലയുന്നു. കുടിൽ പോലെ ഇളകി ആടുന്നു. അതിൻ്റെ അകൃത്യം അതിനുമേൽ ഭാരമായിരിക്കും. അത് വീഴും, ഇനി എഴുന്നേൽക്കുകയില്ല. അന്ന് കർത്താവ് ആകാശ സൈന്യത്തെ ആകാശത്തിലും ഭൂമിയിലെ രാജാക്കന്മാരെ ഭൂമിയിലും ശിക്ഷിക്കും. അവർ തടവുകാരെ പോലെ കുഴിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അവർ തടവറയിൽ അടയ്ക്കപ്പെടും. അനേകം ദിനങ്ങൾക്ക് ശേഷം അവർ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ചന്ദ്രൻ ലജ്ജിക്കുകയും സൂര്യൻ നാണിക്കുകയും ചെയ്യും. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും ഭരണം നടത്തും. അവൻ്റെ ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ അവൻ്റെ മഹത്വം ഉണ്ടായിരിക്കും. ഹബക്കൂക്ക് അധ്യായം 1. ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച വെളിപാട്. പ്രവാചകന്റെ ആവലാതി. കർത്താവെ, എത്രത്തോളം ഞാൻ സഹായം അപേക്ഷിക്കുകയും അങ്ങ് കേൾക്കാതിരിക്കുകയും ചെയ്യും. അക്രമം എന്നങ്ങേ പക്കൽ ഞാൻ വിലപിക്കുകയും അങ്ങ് രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെ അകൃത്യം കാണിക്കുന്നതും കുഴപ്പം നോക്കാൻ അനുവദിക്കുന്നതും എന്തിന്? എനിക്ക് മുമ്പിൽ വിനാശവും അക്രമവുമാണ്. കലഹമുണ്ട്, മാത്സര്യവും ഉയരുന്നു. തന്മൂലം നിയമം നിർവീര്യമാക്കപ്പെടുന്നു. ന്യായം ഒരിക്കലും പുറത്തു വരുന്നില്ല. അതായത് ദുഷ്ടൻ നീതിമാനെ വളയുന്നത് മൂലം പുറത്തു വരുന്നത് വികലമാക്കപ്പെട്ട ന്യായമാണ്. കർത്താവിൻ്റെ മറുപടി. ജനതകളുടെ ഇടയിൽ കാണുവിൻ, ഉറ്റുനോക്കുകയും ചെയ്യുവിൻ. വല്ലാതെ പരിഭ്രാന്തരാകുവിൻ. എന്തെന്നാൽ വർണ്ണിക്കപ്പെട്ടാൽ നിങ്ങൾ വിശ്വസിക്കയില്ലാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ നിറവേറ്റുകയാണ്. ഇതാ, തൻ്റേതല്ലാത്ത വസതികൾ കൈവശമാക്കാൻ ഭൂവിശാലതകളിലേക്ക് പായുന്ന കലിപ്പും ആവേശവുമുള്ള ഒരു ജനതയെ, കൽദായരെ, ഞാൻ ഉയർത്തുന്നു. അത് ബീഭത്സവും ഭയാനകവുമാണ്. അതിൻ്റെ ന്യായവും ഗാംഭീര്യവും അതിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു. അതിൻ്റെ കുതിരകൾക്ക് പുള്ളിപ്പുലികളെക്കാൾ വേഗതയുണ്ടാകും. അവ അന്തിച്ചെന്നായ്ക്കളെക്കാൾ തീവ്രത കാട്ടും. അതിൻ്റെ കുതിരപ്പടയാളികൾ കുതികൊള്ളുന്നു. അതിൻ്റെ കുതിരപ്പടയാളികൾ വിദൂരത്തു നിന്ന് വരുന്നു. വെട്ടിവിഴുങ്ങാൻ വെമ്പൽ കൊള്ളുന്ന കഴുകനെപ്പോലെ അവർ പറക്കുകയാണ്. അതൊന്നാകെ അക്രമത്തിന് വരുന്നു. അവരുടെ മുന്നണി സൈന്യം കിഴക്കൂട്ട് നീങ്ങുന്നു. മണൽത്തരി പോലെ തടവുകാരെ അതൊന്നിച്ചു കൂട്ടുന്നു. അത് രാജാക്കന്മാരെ അവഹേളിക്കുന്നു. ഭരണകർത്താക്കൾ അതിന് പരിഹാസമാണ്. അത് ഓരോ കോട്ടയെയും പരിഹസിക്കും. മണ്ണ് കൂനകൂട്ടി പട്ടണം പിടിച്ചെടുക്കുന്നു. അങ്ങനെ കാറ്റായി തെന്നി നീങ്ങി അത് കടന്നുപോകുന്നു. സ്വന്തം ശക്തി തൻ്റെ ദൈവമായുള്ളവൻ അപരാധിയാണ്. പ്രവാചകന്റെ ആവലാതി. കർത്താവേ, അങ്ങല്ലേ പണ്ട് മുതലുള്ളവൻ. എൻ്റെ ദൈവമേ, എൻ്റെ പരിശുദ്ധനെ, ഞങ്ങൾ മരിക്കാതിരിക്കട്ടെ. കർത്താവെ, അങ്ങ് ബാബിലോണിനെ ന്യായവിധിക്കായി നിയോഗിച്ചിരിക്കുന്നു. ശിലയായവനെ അങ്ങ് അതിനെ ശിക്ഷിക്കാനായി നീക്കിവച്ചിരിക്കുന്നു. തിന്മ കാണാത്ത കണ്ണിണകളുടെ ശുദ്ധിയെ, കുഴപ്പം കണ്ടു നിൽക്കുന്നത് അങ്ങേക്ക് അസാധ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങ് ചതിയന്മാരെ കണ്ടു നിൽക്കുന്നതും തന്നെക്കാൾ നീതിമാനായവനെ ദുഷ്ടൻ വിഴുങ്ങുമ്പോൾ മൗനം ദീക്ഷിക്കുന്നതും? അങ്ങ് മനുഷ്യനെ കടൽ മത്സ്യങ്ങളെപ്പോലെയാക്കി തീർത്തു.
തനിക്ക് ഭരണകർത്താവില്ലാത്ത ഇഴജന്തുവിനെ പോലെയാണവൻ. അവൻ അതപ്പാടെ ചൂണ്ടയിൽ പൊക്കുന്നു, തൻ്റെ വലയിൽ അതിനെ വലിച്ചെടുക്കുന്നു, തൻ്റെ കോരുവലയിൽ അത് ശേഖരിക്കുന്നു. തന്മൂലം അവൻ സന്തോഷിച്ച് ആനന്ദിക്കുന്നു. തന്മൂലം അവൻ തൻ്റെ വലയ്ക്ക് ബലിയർപ്പിക്കുന്നു, തൻ്റെ കോരുവലയ്ക്ക് ധൂപാർച്ചന നടത്തുന്നു. അവ കൊണ്ടാണല്ലോ അവൻ്റെ ഭാഗധേയം ധന്യമാകുന്നത്, അവൻ്റെ ഭക്ഷ്യവിഭവം സമ്പന്നവും. തന്മൂലം ജനതകളെ സഹാനുഭൂതി കൂടാതെ നിരന്തരം വധിക്കുന്നതിന് അവൻ വല ശൂന്യമാക്കുമോ? ഹബക്കൂക്ക് അധ്യായം 2. ഞാൻ എൻ്റെ കാവസ്ഥാനത്ത് നിൽക്കാം, കോട്ടയോട് ചേർന്ന് നിലയുറപ്പിക്കാം. അവിടുന്ന് എന്നെക്കുറിച്ച് എന്ത് സംസാരിക്കുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് എന്ത് പ്രതിപാദിക്കുമെന്നും കാണാൻ ഞാൻ നോക്കിയിരിക്കാം. കർത്താവിൻ്റെ മറുപടി. കർത്താവിനോട് മറുപടിയായി അരുൾ ചെയ്തു, ദർശനം നീ രേഖപ്പെടുത്തുക, അത് വായിക്കുന്നവൻ ഓടേണ്ടതിന് ഫലകങ്ങളിൽ ഉല്ലേഖനം ചെയ്യുക. ഇനിയും നിശ്ചയമായും യഥാസമയം ദർശനമുണ്ടാകും. അത് പൂർത്തീകരണത്തിനായി കിതയ്ക്കുകയാണ്, അത് കള്ളമാകുകയില്ല. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക, എന്തെന്നാൽ അത് തീർച്ചയായും വരും, താമസിക്കുകയില്ല. ഇതാ, അവൻ്റെ ആത്മാവ് സ്വയം പെരുപ്പിച്ച് അതിനോട് പരമാർത്ഥത പുലർത്തുകയില്ല. എന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. ദുഷ്കർമ്മികൾക്ക് ശാപം. മാത്രമല്ല, വീഞ്ഞ് ഗർവിഷ്ഠ വ്യക്തിയെ വഞ്ചിക്കും, അവൻ നിലനിൽക്കുകയില്ല. സ്വന്തം അത്യാഗ്രഹം പാതാളം പോലെ വിശാലമാക്കുന്നവൻ മൃത്യുവിനെ പോലെയാണ്, അവന് മതി വരികയില്ല. ജനതകളെയെല്ലാം അവൻ തൻ്റെ പക്കൽ ശേഖരിക്കുന്നു, ജനങ്ങളെ മുഴുവൻ അവൻ തൻ്റെ പക്കൽ ഒന്നിച്ചു കൂട്ടുന്നു. ഇവരെല്ലാവരുമല്ലേ പഴമൊഴിയും പരിഹാസഗീതവും കടങ്കഥകളായി അവനെതിരെ അവതരിപ്പിച്ചു പറഞ്ഞത്. ആ കഷ്ടം! അവൻ സ്വന്തമല്ലാത്തത് വർദ്ധിപ്പിക്കുന്നതും പണയവസ്തു മുതൽ കൂട്ടുന്നതും എത്ര നാളത്തേക്ക്? നിന്റെ കടക്കാർ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്റെ വിധ്വംസകരെ ഉണർത്തുകയില്ലേ? അപ്പോൾ നീ അവർക്ക് കൊള്ളവസ്തുവായി തീരും. മനുഷ്യരക്തം ചീന്തിയും നാടിൻ്റെയും നഗരത്തിൻ്റെയും അതിലെ സകല നിവാസികളുടെയും മേൽ അക്രമകൃത്യങ്ങൾ ചെയ്തും നീ അനേക ജനതകളെ കൊള്ളയടിച്ചതിനാൽ ജനങ്ങളുടെ ശിഷ്ടഭാഗം നിന്നെ കൊള്ളയടിക്കും. ആ കഷ്ടം! അനർത്ഥത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിതനാകേണ്ടതിന് ഉന്നതത്തിൽ കൂടുകൂട്ടാൻ അന്യായ നേട്ടം കൊയ്യുന്നവൻ്റെ ഭവനത്തിന് ദുരിതം. അനേകം ജനതകളെ വെട്ടിനിരത്തുകയെന്ന നാണക്കേട് നീ നിന്റെ ഭവനത്തിന് വരുത്തിവെച്ചു. അങ്ങനെ നീ നിന്റെ ജീവൻ അപകടപ്പെടുത്തി. ഭിത്തിയിൽ നിന്ന് കല്ല് പരിതപിച്ചാൽ മരം കൊണ്ടുള്ള തുലാം അതിനോട് മറുപടി പറയും. ആ കഷ്ടം! രക്തം കൊണ്ട് നഗരം പണിയുന്നവൻ, അകൃത്യം കൊണ്ട് പട്ടണം സ്ഥാപിക്കുന്നവൻ. ഇതും സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നല്ലേ? അഗ്നിക്കിരയാകാൻ ജനങ്ങൾ അധ്വാനിക്കുന്നു, വ്യർത്ഥത്തിനു വേണ്ടി ജനപദങ്ങൾ ആയാസപ്പെടുന്നു. സമുദ്രത്തെ ജലം മൂടുന്നതുപോലെ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ അറിവ് കൊണ്ട് ഭൂമി നിറയും തീർച്ച. ആ കഷ്ടം! സ്വസ്നേഹിതൻ്റെ സ്വകാര്യഭാഗങ്ങളിൽ നോക്കാൻ വേണ്ടി നിന്റെ തോൽക്കുടം പകർന്ന് അവനെ ഉന്മത്തനാക്കാൻ നീ കുടിപ്പിക്കുന്നു. മഹത്വത്തെക്കാൾ നീ ദുഷ്കീർത്തി നിറഞ്ഞവനാകും. നീയും കുടിച്ച് അഗ്രചർമ്മം പ്രദർശിപ്പിക്കുക. കർത്താവിൻ്റെ വലതു കൈയിലെ പാനപാത്രം നിനക്കെതിരെ തിരിയും, അപകീർത്തി നിന്റെ മഹത്വത്തിനെതിരെയും. മനുഷ്യരക്തം മൂലവും ഭൂമിയോടും നഗരങ്ങളോടും അതിലെ നിവാസികളോടുമുള്ള അക്രമം മൂലവും തീർച്ചയായും ലെബനോൻ്റെ അക്രമം നിന്നെ മൂടും. മൃഗങ്ങളുടെ ആക്രമണ ഔത്സുഖ്യം നിന്നെ ഭയവിഹ്വലനാക്കും. വിഗ്രഹം കൊണ്ട് എന്തു പ്രയോജനം? അതിൻ്റെ നിർമ്മാതാവ് അത് ലോഹബിംബമായി കൊത്തിയുണ്ടാക്കിയതാണല്ലോ. അവൻ വ്യാജ പ്രബോധകനാണ്. മൂകവിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിന് കുശവൻ അതിനായുള്ള അതിൻ്റെ അച്ചിലാണ് ആശ്രയിക്കുന്നത്. ആ കഷ്ടം! തടിക്കഷണത്തോട് ഉണരുക എന്നും മൂകമായ കല്ലിനോട് എഴുന്നേൽക്കുക എന്നും പറയുന്നവനാണ് പ്രബോധകൻ. ഇതാ, അത് സ്വർണവും വെള്ളിയും പൊതിയപ്പെട്ടതാണെങ്കിലും അതിനുള്ളിൽ ഒട്ടും ശ്വാസമില്ല. എന്നാൽ കർത്താവ് തൻ്റെ വിശുദ്ധ ആലയത്തിലുണ്ട്. ഭൂമി മുഴുവൻ അവിടുത്തെ മുമ്പിൽ മൗനമായിരിക്കട്ടെ. സുഭാഷിതങ്ങൾ അധ്യായം 11 വാക്യങ്ങൾ 1 മുതൽ 4 വരെ. കള്ളത്രാസ് കർത്താവിന് മ്ലേച്ഛതയാണ്, ശരിയായ തൂക്കുകെട്ടി അവിടുത്തേക്ക് പ്രീതികരമാണ്. അഹങ്കാരം വരുന്നതോടെ അപമാനവും വരുന്നു. വിനയമുള്ളവരോട് കൂടെയാണ് ജ്ഞാനം. ധർമ്മിഷ്ഠരെ അവരുടെ നിഷ്കളങ്കത നയിക്കും, അവിശ്വസ്തരെ അവരുടെ വക്രത നശിപ്പിക്കും. ക്രോധദിനത്തിൽ സമ്പത്ത് പ്രയോജനപ്പെടുകയില്ല, നീതിയാണ് മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് 202 ദിവസത്തിലേക്ക് നമ്മുടെ വചനവായന എത്തി നിൽക്കുന്ന ഈ ദിവസത്തിൽ ഹബക്കൂക്കിൻ്റെ പ്രവചന ഗ്രന്ഥത്തിൽ നിന്നുള്ള വായന ആരംഭിച്ചു. യെശയ്യാ പ്രവചനത്തിലെ രാജ്യങ്ങൾക്ക് എതിരെയുള്ള ശിക്ഷാവിധി പ്രവാചകൻ പ്രവചിക്കുമ്പോൾ അതിൽ ടൈറിനും സീദോനുമെതിരെയുള്ള ശിക്ഷാവിധിയാണ്
നമ്മൾ ഇന്ന് വായിച്ചത്. ടൈറിന് മേൽ ശിക്ഷാവിധി ഉണ്ടാകുമെങ്കിലും ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത്, 23-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ടൈറിന് ഒരു വീണ്ടെടുപ്പുണ്ടാകും എന്ന ഒരു സൂചന നൽകപ്പെട്ടിട്ടുണ്ട്. അതുണ്ടാകുന്നത് പുതിയ നിയമത്തിലാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ടൈറിലും സീദോനിലും തൻ്റെ സുവിശേഷ വേല വ്യാപിപ്പിച്ചതായും പിന്നീട് അപ്പസ്തോലനായ പൗലോസ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട സന്ദർഭം ടൈറിൽ സുവിശേഷം പ്രസംഗിച്ചതായും അവിടെ അനേകർ യേശുവിൻ്റെ സ്വന്തമായി മാറുന്നതായും പുതിയ നിയമത്തിൽ കാണാൻ കഴിയും. ശിക്ഷാവിധി ടൈറിൻ്റെ മേൽ ഉച്ചരിക്കപ്പെട്ടെങ്കിലും മടങ്ങിവരാൻ സന്നദ്ധനായ ഒരു ജനതയ്ക്ക് തീർച്ചയായും ഒരു വീണ്ടെടുപ്പുണ്ടാകും എന്ന ശക്തമായ ഒരു ബോധ്യം നമ്മുടെ ഈ വായനയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. നമ്മൾ യെശയ്യാ ഉച്ചരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയുള്ള ശിക്ഷാവാചകങ്ങളെ പരിശോധിച്ചാൽ എന്തുകൊണ്ടാണ് രാജ്യങ്ങൾക്ക് നേരെ ദൈവം തൻ്റെ ശിക്ഷാവചനങ്ങൾ ഉച്ചരിച്ചത് എന്ന് കാണാൻ കഴിയും. പ്രധാനമായും ദൈവം ഉന്നയിക്കുന്ന ഒരാരോപണം ഈ അയൽ രാജ്യങ്ങളുടെ, ഈ വിജാതീയ ജനതകളുടെ അഹങ്കാരം എന്ന പാപമാണ്. തങ്ങളെ എതിർക്കാൻ, തങ്ങളെ തോൽപ്പിക്കാൻ, തങ്ങളെ പരാജയപ്പെടുത്താൻ, തങ്ങളെ നേരിടാൻ ഇനി ആരുണ്ട് എന്ന ഔദ്ധത്യവും അഹംഭാവവുമാണ് ഈ ജനതയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നത്. ദൈവം അഹങ്കാരിയെ കാണുമ്പോൾ അയാളെ എളിമപ്പെടുത്തുകയും എളിമയുള്ളവരെ കാണുമ്പോൾ അവരെ ഉയർത്തുകയും ചെയ്യും. ഇത് യൂദായ്ക്ക് നേരെയുള്ള പ്രകടമായ ഒരു സന്ദേശം കൂടിയാണ്. യൂദ സമ്പൂർണമായി എളിമപ്പെടുകയും അനുതപിക്കുകയും ദൈവമായ കർത്താവിനെ അന്ധമായി ആശ്രയിക്കുകയും ചെയ്താൽ യൂദ വീണ്ടെടുക്കപ്പെടും. ദൈവത്തെ ആശ്രയിക്കുക, എളിമയുള്ളവരാവുക, ഇത് രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നവന്, അതായത് എളിമയില്ലാത്തവന്, ദൈവത്തെ ആശ്രയിക്കാൻ കഴിയില്ല. ദൈവത്തെ ആശ്രയിക്കുന്നവന് സ്വന്തം കഴിവിൽ ആശ്രയിക്കാൻ കഴിയില്ല. ദൈവാശ്രയമുള്ളവൻ തീർച്ചയായും എളിമയുള്ളവനായിരിക്കും. നമ്മളൊരു കാര്യം തിരിച്ചറിയുന്നത്, 2500 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തന്നെ നശിച്ചില്ലാതായി. ഈജിപ്ത് ഇല്ലാതായി, അസീറിയ ഇല്ലാതായി, ബാബിലോൺ ഇല്ലാതായി. ഇന്ന് നമ്മൾ ഈ രാജ്യങ്ങളുടെ പേരുകൾ കേൾക്കുന്നുണ്ടെങ്കിലും അത് ആ പഴയ ജനതയല്ല, അവരുടെ അനന്തരാവകാശികളല്ല. അത് ആ പേരിൽ അറിയപ്പെടുന്നത് പുതിയ ജനതകളാണ്. ഒരു ജനത ഈ പ്രവചനങ്ങൾ ഉച്ചരിക്കപ്പെട്ടതിന് ശേഷം ഏതാണ്ട് 2500 വർഷങ്ങൾ കഴിയുമ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത മാത്രമാണ്. ഈ പ്രവചനങ്ങൾ എത്രമാത്രം ചരിത്രത്തിൽ സത്യമായി നിറവേറി എന്നതിൻ്റെ മകുടോദാഹരണമാണ് ഇന്നും നിലനിൽക്കുന്ന ഇസ്രായേൽ എന്ന യഹൂദ ജനത. യെശയ്യായുടെ പ്രവചനങ്ങളിൽ യെശയ്യാ തുടർന്നു വന്ന ഒരു പ്രത്യേക ക്രമം നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ആദ്യം അദ്ദേഹം യൂദായെ കേന്ദ്രീകരിച്ച് സംസാരിച്ചു. പിന്നീട് അദ്ദേഹം യൂദായ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന അയൽ രാജ്യങ്ങളെക്കുറിച്ച് പ്രവചിച്ചു. ഇനി 24-ാം അധ്യായം മുതൽ 27-ാം അധ്യായം വരെ നമ്മൾ കാണുന്നത് യെശയ്യാ പ്രവചിക്കുന്നത് ഭൂമി മുഴുവനെക്കുറിച്ചുമാണ്. ഭൂമിക്ക് എന്ത് സംഭവിക്കും? ആകാശത്തിന് എന്ത് സംഭവിക്കും? ഇനി യെശയ്യാ പ്രവചിക്കുന്ന ആ പ്രവചനത്തിൻ്റെ ക്യാൻവാസ് ഭൂമി മുഴുവനെയും ബാധിക്കുന്നതാണെങ്കിൽ അടുത്ത ചോദ്യം, ഇത് എന്ന് സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്? ഇത് ലോകാവസാനത്തെ സംബന്ധിക്കുന്ന യെശയ്യായുടെ പ്രവചനങ്ങളാണ് 24 മുതൽ നമ്മൾ കാണുന്നത്. ദാനിയേലിലും വെളിപാടിലും കാണുന്ന ലോകാന്ത്യത്തെക്കുറിച്ചുള്ള, യുഗാന്ത്യത്തെക്കുറിച്ചുള്ള പ്രതിപാദനവുമായി വളരെയധികം സാധർമ്മ്യങ്ങളും പൊരുത്തവുമുള്ള ഭാഗമാണ് യെശയ്യായിൽ നമ്മൾ ഈ വായിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചിന്തയ്ക്ക് വിഷയമായി മാറേണ്ടതുണ്ട്. ബൈബിൾ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സത്യങ്ങളിലൊന്നാണ് മനുഷ്യൻ്റെ പാപം എങ്ങനെ ഭൂമിയെ, അവൻ്റെ ആവാസ വ്യവസ്ഥിതിയെ ബാധിക്കും എന്ന ചിന്ത. ഉൽപ്പത്തിയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ആദി പാപത്തിൻ്റെ അനന്തരഫലമായി ദൈവം ആദി മാതാപിതാക്കളോട് പറയുന്നത്, നിങ്ങൾ പാപം ചെയ്ത ഈ മണ്ണിൽ മുള്ളും മുൾച്ചെടിയും ഉണ്ടാകും. പാപത്തിൻ്റെ കളങ്കം വീണ മണ്ണ് മുള്ളും മുൾച്ചെടിയും മുളപ്പിക്കും. പാപത്തിൻ്റെ അനന്തരഫലമായി ഭൂമിക്ക് വ്യത്യാസമുണ്ടാകുന്നുണ്ട്. അങ്ങനെ ആ ഭൂമിക്കുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് യെശയ്യാ 24-ൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. ഭൂമി അതിലെ നിവാസികൾ നിമിത്തം ക്ലേശം അനുഭവിക്കുന്നു, മലിനമായി പോകുന്നു. ഭൂമി നശിപ്പിക്കപ്പെടുന്നതിന് കാരണമാകുന്നത് മനുഷ്യൻ്റെ തിന്മയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഭൂമി അതിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി വിലപിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യൻ നീതിയും സത്യവും ധർമ്മവും
സുവിശേഷ മൂല്യവും അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഭൂമിയുടെ വീണ്ടെടുപ്പ് ആരംഭിക്കും. 24 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ മദ്യപിക്കുന്നവന് ആസ്വാദ്യമാവുകയില്ല എന്നർത്ഥത്തിലൊരു വചനമുണ്ട്. മദ്യപാന ബന്ധനത്തിൽ കുരുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അവകാശ വചനമായി എടുത്ത് പ്രാർത്ഥിക്കാവുന്നൊരു വചനമാണ് യെശയ്യാ 24:9. ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ബാബിലോൺ പ്രവാസത്തിന് മുമ്പ് പ്രവചിച്ച ചെറിയ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു ഹബക്കൂക്ക്. നാഹൂമിൻ്റെ സമകാലികനായിരുന്നിരിക്കണം ഹബക്കൂക്ക്. അദ്ദേഹം പ്രവചിക്കുന്നതും ആസന്നമായ വിപത്തിനെക്കുറിച്ചാണ്, ബാബിലോൺ അടിമത്തത്തെക്കുറിച്ചാണ്. പ്രവാചകൻ്റെ ആവലാതി, പ്രവാചകൻ്റെ പരാതി, പ്രവാചകൻ്റെ ചോദ്യം, അതിന് ദൈവം നൽകുന്ന ഉത്തരം, ഈ ക്രമത്തിലാണ് ഈ പ്രവചനം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. മനോഹരമായ ദൈവവചനങ്ങൾ അനേകം നമുക്ക് ജീവിതത്തിന് പ്രത്യാശ പകരുന്നതും ജീവിതത്തെ വലിയ തീഷ്ണതയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നതുമായ അനേകം വാഗ്ദാന വചനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഹബക്കൂക്കിൻ്റെ ഗ്രന്ഥം. അത് നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കുമല്ലോ. നല്ല കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. മനോഹരമായ ഈ ദിവസം കർത്താവെ, ലോകാന്ത്യത്തിൽ ഭൂമിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപം ഞങ്ങളുടെ ആവാസ വ്യവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ ഓരോ പാപവും ഞങ്ങളെയും ഞങ്ങളുടെ കൂടെയുള്ള മനുഷ്യരെയും മാത്രമല്ല, ഈ പ്രപഞ്ചത്തെയും നശിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്ന ബോധ്യം ഞങ്ങൾക്ക് തരണമേ. അതുകൊണ്ട് ഞങ്ങളുടെ പാപനിമിത്തം ഭൂമി മലിനമാകാതിരിക്കാൻ, പാപനിമിത്തം ഭൂമി യൂദാ രാജ്യനിവാസികളെ പുറന്തള്ളിയതുപോലെ ഞങ്ങളുടെ പാപനിമിത്തം ഭൂമി ഞങ്ങളെ പുറന്തള്ളാതിരിക്കാൻ ഭൂമിയോടുള്ള, പ്രകൃതിയോടുള്ള ഞങ്ങളുടെ കടപ്പാടാണ് വിശുദ്ധി പാലിക്കുക, നിയമം പാലിക്കുക, ദൈവകൽപ്പനകൾ അനുസരിക്കുക എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടാകാൻ അങ്ങയുടെ കൃപ ധാരാളമായി ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഭൂമിയെ വീണ്ടെടുക്കാനുള്ള പ്രക്രിയ ആത്മീയതയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഹരിതനിർഭരമായ ഒരു പ്രപഞ്ചം കാത്തുസൂക്ഷിക്കാനും ഭൂമിയെ അനാവശ്യ വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് മലിനമാക്കാതിരിക്കാനും മരങ്ങൾ വെട്ടി നശിപ്പിക്കാതിരിക്കാനും കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിവേകവും ജാഗ്രതയും ഞങ്ങൾക്ക് നൽകണമേ. ദൈവമായ കർത്താവേ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് ഹബക്കൂക്കിലൂടെ അങ്ങ് അരുളി ചെയ്തു. ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തികൾ അങ്ങ് ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനവായനാ പദ്ധതി മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾ ഇതിനോട് കാണിക്കുന്ന ശ്രദ്ധേയമായ ഒരു താല്പര്യത്തിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പല സന്ദർഭങ്ങളിലായി ഓർമ്മിപ്പിച്ചിട്ടുള്ളതുപോലെ വളരെ തിരക്ക് പിടിച്ച യാത്രകളുടെയും അലച്ചിലുകളുടെയും ഇടയിലാണ് ഓരോ ദിവസവും ഈ വചന വായനകൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവം അതിനുള്ള കൃപ എനിക്ക് തരുന്നത്. നിങ്ങൾ പ്രത്യേകം എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണം. കൂടുതൽ ഈ ദിവസങ്ങളിൽ ശക്തമായ പ്രാർത്ഥനയിൽ എന്നെ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം എന്ന് ഞാൻ വചന വായനയുടെ ശ്രോതാക്കളെന്ന നിലയിൽ ഒരു സ്വാതന്ത്ര്യമെടുത്ത് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്. ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നാളെ വീണ്ടും കാണുന്നത് വരെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈശോയെ പങ്കുവച്ചും നമുക്ക് നന്നായി ഒരു ദിവസം ജീവിക്കാം. മഹത്വം ഈശോയ്ക്ക് മാത്രം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.